അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ബഹുമാന്യരും ആദരണീയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ 21-ാമത്തെ പകലിലാണ് നാം ഉള്ളത്. പാപമോചനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും 10 വിട പറഞ്ഞു. നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും 3-ാമത്തെ 10-ലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഇഅ്തികാഫുകൾ കൊണ്ട് റമളാനെ ഹയാത്താക്കുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ രാവുകൾ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച 3-ാമത്തെ 10-ലാണ് നാം ഉള്ളത്. അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹാനവറുകൾ പറയുകയാണ്, ശൈത്വാനിൽ നിന്ന് ഒരു വിശ്വാസിയെ മോചിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് അൽ മസാജിദു, അള്ളാഹുവിൻ്റെ പള്ളികളാണ്. ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ദുനിയാവിൻ്റെ എല്ലാ സംസാരവും അവനിൽ നിന്ന് മാറുന്നു. ഒരു വൃത്തികേടോ ഒരു മ്ലേച്ഛമായ ഭാഷണമോ ദുശ്ചിന്തകളോ ഒന്നും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നില്ല. അവൻ അതിനുവേണ്ടി മെനക്കെടുന്നില്ല. അവൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തയുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. ദുനിയാവിൻ്റെ സംസാരം പോലും പള്ളിയിൽ ഉപേക്ഷിച്ച് ആഖിറത്തിനെ മാത്രം ലക്ഷ്യമാക്കിയുള്ള സംഭാഷണങ്ങൾ പള്ളിയിൽ നാം പറഞ്ഞു വരുന്നു. രണ്ടാമതായി, പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമളാൻ്റെ 3-ാമത്തെ 10-ൽ ഈ പള്ളി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഅ്തികാഫ് കൊണ്ട് ധന്യമാക്കേണ്ടതാണ്. സ്ത്രീകൾ അവരുടെ മുസല്ലയിൽ അവർ നമസ്കരിക്കുന്ന പ്രത്യേകം ഇടത്തിൽ അവർ ഒതുങ്ങിക്കൂടി ഇബാദത്തിൽ കൂടുതൽ സജീവമാകണം. രണ്ടാമതായി, പിശാചിൽ നിന്നുള്ള മോചനത്തിന് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാർഗം, രക്ഷാകവചം, മോചന മാർഗം, അത് തിലാവത്ത്, ദിക്റുള്ള, അള്ളാഹുവിൻ്റെ ദിക്റാണ്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സ്മരണ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബനു ഇസ്രയേലികളിൽ അള്ളാഹു നിയോഗിക്കുമ്പോൾ ദിക്റിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ഒരു കോട്ട, ആ കോട്ടയുടെ തൊട്ട് മുന്നിൽ ശത്രുക്കൾ സ്വഫ് കെട്ടിയിരിക്കുകയാണ്. ആ കോട്ട ഉൾക്കൊള്ളുന്ന ഭാഗത്തെ ജനങ്ങൾ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതരാണ്. കോട്ടയ്ക്കുള്ളിലേക്ക് ഒരു ശത്രുവിനും കയറാൻ കഴിയില്ല. അവരുടെ അമ്പുകൾക്ക് അവിടെ ഒരിക്കലും എത്താൻ കഴിയില്ല. കോട്ടയ്ക്ക് പുറത്തു നിൽക്കുന്ന ശത്രുക്കളെ കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന നിലയിൽ അവർ സുരക്ഷിതരാണ്. ഇതുപോലെയാണ് ദിക്റുള്ള ഒരു മനുഷ്യൻ. പിശാച് പുറത്തുനിന്ന് എത്ര ആക്രമിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അള്ളാഹുവിൻ്റെ ദിക്റിൽ കഴിയുന്ന ഒരാളെ ഒന്ന് തൊടാൻ പോലും അവന് കഴിയില്ല. മൂന്നാമതായി കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഘട്ടത്തിൽ പിശാച് മാറിപ്പോകും. അവന് ഖുർആൻ ഓതുന്നവനെ ഭയമാണ്, ഖുർആൻ പഠിക്കുന്നവനെ പേടിയാണ്, ഖുർആനിൻ്റെ പ്രബോധകനോട് അറപ്പാണ്. അതുകൊണ്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ സജീവമായി ഇനിയുള്ള രാവുകളും പകലുകളും ഇഅ്തികാഫിലായി അള്ളാഹുവിനെ സ്മരിച്ച് വിശുദ്ധ ഖുർആൻ ഖത്ം ചെയ്ത് കഴിയുക. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10, പരിപൂർണമായി പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുന്നതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അള്ളാഹു തആല വിവേകം മാത്രം നൽകി അള്ളാഹു ആദരിച്ച ഒരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ. അവർക്ക് തെറ്റുകളില്ല, പിഴവുകളില്ല, ന്യൂനതകളില്ല, കുറവുകളില്ല, ക്ഷീണമില്ല, ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു അവസ്ഥകളില്ല, തീറ്റയില്ല, കുടിയില്ല, ഉറക്കമില്ല, മലമൂത്ര വിസർജനമില്ല, മറ്റുള്ള ഒന്നുമില്ല. ഏത് സമയത്തും അവരുടെ ഡ്യൂട്ടി നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലി അവനെ വാഴ്ത്തി പുകഴ്ത്തി അവനു വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ഒരു വിഭാഗം പ്രകാശത്താൽ പടയ്ക്കപ്പെട്ടവരാണ്. എന്നാൽ വികാരം മാത്രം നൽകിയ ഒരു വിഭാഗമുണ്ട്, അത് മൃഗങ്ങളാണ്. മൃഗങ്ങൾക്ക് വികാരം മാത്രമാണ്
തൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജീവൻ വെച്ച് താൻ പ്രസവിച്ച തൻ്റെ ആട്ടിൻകുട്ടി, ആ കുഞ്ഞാട് അത് കൃത്യമായി അത് വളർന്നു വരുമ്പോൾ മാതാവാകുന്ന തള്ളയാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത സന്താനോൽപാദനം നടത്തുന്നു. അവിടെ വിവേകമില്ല, അവിടെ ചിന്തകളില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അത് മൃഗം എന്നുള്ള വികാരത്തിന് മാത്രം അടിപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാണം മറയ്ക്കണമെന്നില്ല, ആളുകൾ അവരുടെ നഗ്നത കാണുമെന്നുള്ള ചിന്തയില്ല, ഒന്നുമില്ല. കാരണം അവർക്ക് വിവേകമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അവർക്ക് കഴിക്കണം, അവർക്ക് നിഷിദ്ധമില്ല, അവർ എന്തും കഴിക്കും, എവിടെ നിന്നും കഴിക്കും, എങ്ങനത്തേതും കഴിക്കും. അവർക്ക് വിവേകമില്ല, അവർക്ക് കഴിക്കണമെന്ന വികാരം മാത്രമാണ്. പക്ഷെ മനുഷ്യനെ അല്ലാഹു തആല ഇത് രണ്ടിൻ്റെയും ഇടയിൽ അല്ലാഹു തആല വികാരവും വിവേകവും നൽകി അല്ലാഹു തആല ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉയർന്നാൽ ഒരു മനുഷ്യന് വിവേകശാലിയായി മലക്കുകളെക്കാൾ ഉയരങ്ങളിലേക്ക് അവന് പറന്നുയരാൻ കഴിയും. താഴ്ന്നു പോയാലോ ഉലായിക കൽ അൻആമി ബൽ ഹും അളല്ല്, അവൻ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് താഴെത്തട്ടിലേക്ക് അവന് എത്തിച്ചേരാനും കഴിയും. ഇവിടെ അല്ലാഹു തആല മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ള ഒന്നാണ് വികാരവും വിവേകവും കൂടി സമ്മിശ്രമായ ഒരു ജീവിതം. നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ആ മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിക്കുന്നത് വൈകാരികമാണ്. നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായി എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചു പോയാൽ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു എന്ന താബിആയ ഒരു നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പ്രഗത്ഭനായ മഹാനവറുകൾ പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ തിന്മകൾ വൈകാരികമാണെങ്കിൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തിന്മ ഉദാഹരണമായി മഹാനവറുകൾ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം അഹങ്കാരത്തോടു കൂടി ചെയ്തതല്ല, അദ്ദേഹം വൈകാരികമായി ഇനിയും ഒരുപാട് നാൾ ഈ സ്വർഗത്തിൽ താമസിക്കണം, അതൊരു വികാരമാണ്. അതുപോലെ തന്നെ തനിക്ക് അള്ളാഹുവിനെ ശാശ്വതമായി കണ്ടുകൊണ്ടിരിക്കണം, അതൊരു വികാരമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു പ്രവർത്തനമുണ്ടായി, കഴിക്കരുത് എന്ന് പറഞ്ഞ ഭക്ഷണം, ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അത് വൈകാരികതയിൽ നിന്ന് ഉടലെടുത്ത ഒരു തിന്മയായതുകൊണ്ട് തന്നെ അള്ളാഹു 300 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് തൗബ നൽകി അള്ളാഹു തആല അനുഗ്രഹീതമായ സ്വർഗം പകരം നൽകുകയാണ്, സ്വർഗം മടക്കി നൽകുകയാണ്. എന്നാൽ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, അഹങ്കാരത്തോടു കൂടി ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. അതിന് ഉദാഹരണം മഹാനവറുകൾ സൂചിപ്പിച്ചത് ഇബ്ലീസാണ്. ഇബ്ലീസ് ചെയ്തത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു ചെറിയ പ്രവൃത്തിയാണ്. പക്ഷെ ന്യായം ഇബ്ലീസിന് പറയാനുണ്ടായിരുന്നു, സൃഷ്ടാവായ നിനക്ക് ഞാൻ സുജൂദ് ചെയ്യും, എന്നെ സൃഷ്ടിച്ചത് നീയാണ്. അള്ളാഹുവേ, ഒരു പടപ്പിന് മുമ്പിൽ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും, അതും മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്, പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് മണ്ണാൽ പടയ്ക്കപ്പെട്ട ഈ ആദമിന് സുജൂദ് ചെയ്യുക? നിനക്ക് ഞാൻ സുജൂദ് ചെയ്യാം, നീ എൻ്റെ സൃഷ്ടാവായതുകൊണ്ട്. പറഞ്ഞത് ന്യായമാണ്, അന്യായമെന്നാരും പറയില്ല. പക്ഷെ കാണിച്ചത് ധിക്കാരമായതുകൊണ്ട് തന്നെ, അഹങ്കാരത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അള്ളാഹ് പാപം പുറത്തു കൊടുത്തില്ല. ലോകം അവസാനിക്കുന്നത് വരെ ശപിക്കപ്പെട്ടവനായി നരകത്തിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതനായി, ബദ്ധവൈരിയായി, നരകാവകാശിയായി മാറ്റപ്പെടുന്ന ഏറ്റവും നിന്ദ്യനും നികൃഷ്ടനുമായി ഇബ്ലീസ് മാറ്റപ്പെട്ടുവെങ്കിൽ അത് അഹങ്കാരത്തോടു കൂടി ചെയ്ത പാപമാണ്. മഗ്ഫിറത്തിൻ്റെ പത്താണ്. നമ്മൾ ചെയ്യുന്ന തിന്മകൾ വൈകാരികമായി സംഭവിച്ചു പോയതാണ് എങ്കിൽ അള്ളാഹു മാപ്പ് തരും. ആ മാപ്പ് നൽകുന്ന 10 ദിവസമാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും സമ്പൂർണ്ണമായി പുറത്തു തന്ന് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതത്വമുള്ള പാപരഹിതമായ നല്ല നാളുകൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.